അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ഈ നാട്ടിൽ കാണിക്കാൻ എന്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാക്കല അവന്റെ ഫ്രണ്ട്. എനിക്ക് ആരൊക്കെ ഹേർട്ട് ആക്കുന്ന വേണ്ടിയല്ല ഞാൻ ബേസിക്കലി നമ്മളുടെ PMക്ക് ഞാൻ ശരിക്കും അത് അമ്മയുടെ വേണ്ടിയല്ല. ഞാൻ ഐ വാസ് ജസ്റ്റ് ആസ്കിങ് ഹൗ കം എനിക്ക് എന്റെ കയ്യിലേക്ക് എന്തെങ്കിലും തെറ്റപ്പെട്ടി തന്നെങ്കിൽ ഒബ്വിയസ്ലി ഐ എം സോ സോറി. എനിക്ക് പബ്ലിക്കലി ഞാൻ അപ്പോളജൈസ് പറയുന്നുണ്ടോ, കാരണം എനിക്ക് ഒരു ചെറിയ കുട്ടി വിചാരിച്ചിട്ട് നിങ്ങളെ ക്ഷമിക്കണം. കാരണം ഇതെന്റെ മേലേക്ക് എനിക്ക് പറയാനോ ഒന്നുമില്ല. ജാൻമണിയുടെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് യാതൊരു വിവരവുമില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ ജാൻമണി. പ്രധാനമന്ത്രിയെ വന്നിരുന്നിട്ട് പറയുന്ന ഡയലോഗുകൾ കേട്ടില്ലേ? അതായത് പ്രധാനമന്ത്രിയുടെ അച്ഛൻ മരിച്ചത് 47-ലാണ്, 50-ലാണ് അയാളുടെ അമ്മ പ്രസവിക്കുന്നത്. എന്തൊക്കെ തോന്നിവാസം ഇവർ വിളിച്ച് പറയുന്നത്. എന്നിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്ററെയൊക്കെ വന്നിരുന്ന് പച്ചയ്ക്ക് ആക്ഷേപിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? എനിക്ക് മനസ്സിലാവുന്നില്ല. ജാൻമണിക്ക് ഈ ഒരു കഥയൊക്കെ ആരാ പറഞ്ഞു കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. ഇവർ ജീവിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്താണെന്ന് ഇവർക്ക് വല്ല ബോധമുണ്ടോ? ഈ ഒരു കേസിൽ, ഈ ഒരു വിഷയത്തിൽ ഇവരുടെ പേരിൽ കേസ് എടുക്കണം. അതാണ് ചെയ്യേണ്ടത്. കാര്യം വായി തോന്നുന്നത് എന്തും വന്ന് വിളിച്ച് പറയില്ലേ. ഈ അടുത്ത് ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ ട്രോള് ഏറ്റുവാങ്ങിയൊരു വ്യക്തി. അത് കഴിഞ്ഞിട്ട് ജനങ്ങൾ മുഴുവൻ ആൾക്കാർ ഇവരെ അക്സെപ്റ്റ് ചെയ്ത് ഇവരെ റെസ്പെക്റ്റും ചെയ്ത്. എന്തിന്? ഇപ്പം ജന്തർ മന്ദറിൽ നടക്കുന്ന ആ ഒരു പ്രൊട്ടസ്റ്റിൽ ഇവർ പോയി ആ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുകയും ആ കുട്ടികൾക്ക് വേണ്ടി കൂടെ നിൽക്കുകയും ചെയ്ത സമയത്ത് എല്ലാ ആൾക്കാരും ഇവരെ കളിയാക്കിയവർ ഉൾപ്പെടെ ഇവരെ സപ്പോർട്ടാണ് ചെയ്തത്. എന്നിട്ട് ഇവർക്ക് വന്ന് ഇങ്ങനെ സംസാരിക്കാൻ കൊള്ളാം. ഇവർ സംസാരിച്ച ഡയലോഗ് ഞാനിവിടെ വയ്ക്കാം. ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ഫസ്റ്റ് അവൻ്റെ അച്ഛനെ കണ്ടുപിടിക്കട്ടെന്ന്. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ നാണോ മാനോ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ? ഈ ബോധം വിവരമുള്ള ഒരു മനുഷ്യരുമില്ലേ? രഞ്ജിനി ഹരിദാസ് ഫുൾ ടൈം കൂടെ കിടക്കുന്നല്ല. ഇതൊക്കെ കണ്ടിട്ട് രഞ്ജിനിക്കൊന്നും മിണ്ടണ്ടേ? ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് എന്റെ ജനിച്ചു പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാശിന്റെ വെള്ളം കുടിക്കണം. ഈ നാട്ടിൽ കാണിക്കാൻ എന്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാക്കല അവന്റെ ഫ്രണ്ട്. രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സ്. പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്ന ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ആഗ്രഹം. ഈ കേരളത്തിലെ BJP പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ല. ഈ കേരളം നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. ഇവരെയൊക്കെ സത്യം പറഞ്ഞോണ്ടല്ലോ ഈ രാജ്യത്ത് നിന്ന് തന്നെ ഓടിക്കണം. വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ഇങ്ങനെ രീതിയിൽ സംസാരിക്കാൻ പറ്റുമോ? ഇന്ത്യ ആയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാം, ഞാൻ ഒരു പാർട്ടിയിലും ബന്ധമില്ലാത്തൊരു വ്യക്തിയാണ്. ആര് നല്ലത് ചെയ്യുന്നോ നല്ലതെന്ന് തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റെന്ന് തന്നെ ഒന്ന് പറയും. ഇവിടെ ഞാൻ ഒരു പാർട്ടിയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമല്ലോ. പക്ഷേ നമ്മുടെ രാജ്യത്ത് നിന്നിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്ററെ തന്നെ അപമാനിക്കുക എന്ന് പറയുന്നത് അത് ഒരിക്കലും ആക്സെപ്റ്റബിൾ അല്ല. ആ ചെയ്ത തെറ്റാണ്. എന്നിട്ട് ഇപ്പം വന്നിരുന്ന് കരഞ്ഞ് മെഴുകുന്നു. അതായത് ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു പോയതാ. നിനക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് സംസാരിക്കുമോ? ഇത് എന്തോ സംഭവം എന്നറിയോ? നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് കിട്ടുന്നത്. അപ്പം വിചാരിച്ച് കൂടുതൽ അങ്ങ് പറഞ്ഞു കൊടുക്കാം. കുറച്ചും കൂടെ അങ്ങ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇനിയും സപ്പോർട്ട് വന്നു കഴിഞ്ഞാലോ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടൊക്കെ കുറച്ചുകൂടെ റീച്ച് ആക്കാം. അതായിരിക്കും മേ ബി ഉദ്ദേശിച്ചത്. എന്ത് വിവരമുണ്ട് ഇവർക്ക്? എന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സത്യം പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. എൻ്റെ വീഡിയോ ഭയങ്കര പ്രശ്നമായിപ്പോയി. സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പൊടി കുഞ്ഞല്ലേ, എടി കൊച്ചുങ്ങൾ പറയുമോ ഇങ്ങനെ? നിനക്ക് ബോധമുണ്ടോ? നീ ബിഗ് ബോസിനകത്ത് കിടന്ന കാട്ടിക്കൂട്ടി എന്താണെന്ന് ജനങ്ങൾ മൊത്തം കണ്ടതാണ്. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ, ഇത് നമ്മളുടെ ഇവിടെ തന്നെ അല്ല, ഡൽഹിയിലെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ എനിക്ക് ചിലപ്പോ എന്റെ മലയാളം രീതി പറയുന്നത് അത് ശരിയാവട്ടില്ല. അതന്നെയാണ് കാരണം. പിന്നെ അത് ഞാൻ മോർണിംഗ് വോക്കില് ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് മുതൽ വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അതൊക്കെ എനിക്ക് കുറെ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എന്റെ കുറെ ഫാൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജാൻബ എങ്ങനെയാണ്, ഇതാ ശരിയില്ലാത്തതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അത് വീഡിയോ ഞാൻ എന്താ പറയുന്നത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ഡിലീറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ വായി തോന്നുന്ന തോന്നിവാസം വിളിച്ച് പറഞ്ഞതിന് ശേഷം
ആൾക്കാരെ എല്ലാവരും വിളിച്ചിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നതാണോ ഒരു മാന്യത? നിനക്ക് വായി തോന്നുന്ന എന്തും വിളിച്ച് പറയാം. അത് ഡിലീറ്റ് ചെയ്താൽ അത് മാറാൻ പറ്റുമോ? ഒരുപാട് ആൾക്കാർ അതെടുത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ നീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് പോയി കിടക്കണം, പഠിക്കണം. മേലാൽ ഇനി ഇങ്ങനെ വന്ന് തോന്നിയ പറയരുത്. ഇത് ഒരിക്കലും കേസ് എടുക്കാതിരിക്കരുത്. നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെയൊക്കെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ വന്ന് ആരെങ്കിലും പറയും, വിമർശിക്കാം, മാന്യമായിട്ട് വിമർശിക്കുകയും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അതിന് അയാളെ വന്ന് അയാളുടെ അച്ഛൻ ആരാന്നറിയോ, അയാളുടെ അമ്മയെ ഉൾപ്പെടെ ആക്ഷേപിക്കുക എന്ന് പറയണത് എങ്ങനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ജാൻമണി സപ്പോർട്ട് ചെയ്ത് കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ തലയ്ക്ക് വിവരമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇതുപോലെ ഈ അടുത്ത് കുറേ ആൾക്കാർ വന്ന് വിമർശിച്ചിട്ട് പച്ചയ്ക്ക് വന്ന് മാപ്പൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നീയൊക്കെ സത്യം പറഞ്ഞ് എന്തിനാ ഈ മാപ്പുമായിട്ട് വരുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ നീയൊന്നും ഇങ്ങനെയൊന്നും പറയാനായിട്ട് നിൽക്കരുത്. ഈ എന്തൂടെ പിള്ളേർ കളിയാണോ? ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയില്ല. കാരണം എനിക്ക് കുറെ threatening calls means കുറെ ഫ്രം സൗദി അറേബ്യ, അബുദാബി and from India, from Kerala, everywhere it was coming. So എനിക്ക് സെക്ടറിൽ എനിക്ക് ആരൊക്കെ ഹേർട്ട് ആക്കുന്ന വേണ്ടിയല്ല. ഞാൻ ബേസിക്കലി നമ്മളുടെ PM-ക്കും ഞാൻ ശരിക്കും അത് അമ്മന്റെ വേണ്ടിയല്ല. ഞാൻ I was just asking how come one person can become 3 years pregnant. That's what one question I was asking, not to the Modi ji. That was I'm asking that about this content. And that one's become like very much viral and people are very much angry, and I never thought like I want to hurt anybody because I really don't want to hurt anyone. And എനിക്ക് എന്റെ കയ്യിലേക്ക് എന്തെങ്കിലും തെറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ obviously I'm so sorry. എനിക്ക് പബ്ലിക്കലി ഞാൻ അപ്പോളജൈസ് പറയുന്നുണ്ട്. കാരണം എനിക്ക് ചെറിയ കുട്ടി വിചാരിച്ചു നിങ്ങളെ ക്ഷമിക്കണം. കാരണം ഇതെന്റെ മേലേക്ക് എനിക്ക് പറയാനോ ഒന്നുമില്ല, അതുണ്ടാവില്ലേ. പിന്നെ അപ്പൊ ഞാൻ പ്രശ്നം വന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി ആരൊക്കെ അയച്ചു കൊടുത്ത് നോക്കിയിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അത് മൊത്തം കോണ്ടന്റ് ഓൾറെഡി ഡിലീറ്റ് ആയി. അതെനിക്ക് ഇങ്ങനെ പിന്നെ ഞാൻ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. സോ അതിന് കാരണം പിന്നെ എനിക്ക് ഞാൻ ഗൂഗിളിൽ പോയിട്ട് എല്ലാവരും പറയാം ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സോ ഇറ്റ് ഇസ് മൈ മിസ്റ്റേക്ക് ബിക്കോസ് ഐ ഡിഡ്ന്റ് ചെക്ക് ബിഫോർ ഐ വാസ് ഗിവിംഗ് എനി സ്റ്റേറ്റ്മെന്റ്. സോ എനിക്ക് വളരെ വിഷമം വന്ന പിന്നെ ഞാൻ നോക്കിയിട്ട് അനുസരിച്ച് അതിനാണ് ലേറ്റ് ആയിട്ട് ഗൂഗിളിൽ പോയി ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് മനസ്സിലായത്. നരേന്ദ്രമോദിയുടെ അച്ഛൻ മരിക്കുന്നത് 74ാമത്തെ വയസ്സിലെങ്ങാണ്ടാണ്. അത് ഏത് ഇയറാണ് ഇതാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അത് ബോൺ ക്യാൻസറോ അങ്ങനെ കണ്ട് സംതിങ് എങ്ങാണ്ടായിരുന്നു പുള്ളിക്ക്. ഇവരിത് എവിടുന്നോ എന്തോ കേട്ടറിഞ്ഞ എൻ്റെ ഭാവത്തിൽ വന്നിരുന്നിട്ട് വായി തോന്നി അങ്ങ് വിളിച്ച് പറയുക. എന്ത് ബോധമുണ്ട്? ഇപ്പം പറയും ഞാൻ തെറ്റാ പറഞ്ഞത്. തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്നൊരു പ്രശ്നമാണോ ഇത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, ഇതൊരു പാഠമാണ്. ഒരു മനുഷ്യരും ഇങ്ങനെയുള്ള രീതിയിലൊന്നും വന്ന് ആക്ഷേപിക്കരുത്. നമുക്ക് പല രീതിയിലും വിയോജിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കാം. പക്ഷേ മാന്യമായിട്ട് വിമർശിച്ചോ, ഈ രീതിയിലല്ല വന്ന് സംസാരിക്കേണ്ടത്. അതിപ്പോൾ ആരായാലും, ജാൻമണി ആയിക്കോട്ടെ, വേറെ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു മര്യാദ വേണം വന്ന് സംസാരിക്കുന്നതിനകത്ത്. ഇവർ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. പല സ്റ്റേറ്റ്മെൻറ്റ്സും പല തവണയും പലവട്ടം ഇവർ സംസാരിച്ചിട്ടുണ്ട് ഓരോ മനുഷ്യരെ പറ്റിയിട്ട്. എന്നിട്ട് അവരത് മാറ്റി പറയുന്ന പരിപാടി. ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയായത്. ും ഞാനൊരു വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരു അൺവാണ്ടഡ്ലി ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് എനി വൺ ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഡെലിബറേറ്റ്ലി ഞാൻ ചെയ്യുന്ന പോലെ അല്ല. ഇപ്പൊ ജസ്റ്റ് രണ്ടോൺലി സംസാരിച്ച് അതന്നെ അതിലെ ഈ കാര്യം വന്നത്. പക്ഷെ അത് പോസ്റ്റ് ഇങ്ങനെ ഫേസ്ബുക്കിൽ എവിടെയാ പോയത് അതെനിക്ക് കംപ്ലീറ്റ്ലി അറിയത്തില്ല. കാരണം ഞാൻ ഫേസ്ബുക്ക് നോക്കാറില്ല. പിന്നെ ഷൂട്ടിങ്ങിന്റെ കാരണം ഞാൻ ഫോണിൽ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് കുറെ കോൾസ് വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായി ദിസ് ഇസ് ലൈക്ക് വെരി ബാഡ് തിങ്സ് ഈസ് ഗോയിങ് ഓൺ. സോ ദാറ്റ്സ് വൈ ഐ എം റിയലി സോറി. സോ എന്റെ ഫാൻസ് മാത്രമല്ല എല്ലാവർക്കും മീൻസ് എല്ലാവർക്കും ഞാൻ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്. ഇപ്പം വന്നിരുന്ന കരഞ്ഞ് മെഴുകുവാണ് സോറി എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു സോറിയൊക്കെ നിങ്ങൾ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഒരു മനുഷ്യരും അക്സെപ്റ്റ് ചെയ്യരുത്. കാര്യം ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുത്. ഇതിപ്പോൾ പലതവണയായി ഇടയ്ക്ക് വെച്ച് ഹെലനോസ് പാട്ടയായിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇവരെന്തെല്ലാം തോന്നിയവാസമായിരുന്നു വിളിച്ച് പറഞ്ഞത്. ഹെലനെടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് പറഞ്ഞതെന്നും പറഞ്ഞ് കിടന്ന് മെഴുകുമായിരുന്നു. അപ്പം എന്നാണ് അടുത്ത പ്രശ്നം. ഇനിയും താമസിക്കാതെ ഇവർ അടുത്ത പ്രശ്നം ഉണ്ടാകും. ഇത് ഞാൻ പറഞ്ഞല്ലോ, നല്ല രീതിയിൽ റീച്ച് കിട്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടെ കൂടുതൽ അങ്ങ് പറഞ്ഞു കൊടുത്ത് സംഭവം കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് വന്നിരുന്ന് മെഴുകാൻ തുടങ്ങി. അത്രയേ ഉള്ളൂ. ഒരു മനുഷ്യരും ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങൾ ദൈവത്തെ ഓർത്ത് ഫോളോ ചെയ്ത് പല പാർട്ടികളോടെ നിങ്ങൾക്ക് എതിർപ്പുകൾ ഉണ്ടായിരിക്കും. പക്ഷേ വളരെ മാന്യമായിട്ട് നിങ്ങൾക്ക് വിമർശിക്കാം. അല്ലാതെ ഇമാതിരി രീതിയിൽ ഇവരെ പോലെയൊക്കെയുള്ള രീതിയിൽ വന്നിരുന്ന തോന്നിവാസങ്ങൾ വിളിച്ച് പറയരുത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.